ഹോസ്റ്റലിലെ ലഹരി ഉപയോഗം അധ്യാപകരെ അറിയിച്ചുവെന്നാരോപിച്ച് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം, ജനനേന്ദ്രിയം ഇടിച്ചു തകർത്തു. തൊടുപുഴയിലെ ഗ്രാൻഡിസ് എന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന അണക്കര സ്വദേശിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. കുട്ടിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തു. പ്രതിയെന്ന് ഉപയോഗിക്കാൻ പറ്റില്ല, അത് ബാല കുറ്റവാളിയാണ്. ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ എന്നാണ് അവരറിയപ്പെടുന്നത്. അവർ നമ്മൾ 308 വകുപ്പ് പ്രകാരവും ഒപ്പം ഡ്രാഗിംഗ് ആക്ട് പ്രകാരവും നമ്മളാണ് അയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത് നമ്മൾ ജെ കോടതിൻ്റെ മുന്നിൽ ഹാജരാക്കി. അയാളെ വെള്ളിയാഴ്ച തിരികെ അവിടെ തന്നെ ഹാജരാകണം എന്ന നിബന്ധനയോടുകൂടിയാണ് ഇപ്പോൾ ജുവനൈൽ കോടതി അയാളെ വിട്ടിരിക്കുന്നത്. തൊടുപുഴ പോലീസാണ്. തൊടുപുഴ പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അത് എന്താ, അതായത് കുട്ടികളിൽ ആരോ സഹപാഠികളിൽ ആരോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടുവെന്നും ആ വിവരം മാനേജ്മെന്റിനെ അറിയിച്ചുവെന്നും അതിനെ ചൊല്ലിയാണ് സംഭവമുണ്ടായെന്നാണ് പറയുന്നത്. PA സാഗർ ചേരുന്നു തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി. സാഗർ, കോളേജ് ഹോസ്റ്റലുകളിലടക്കം ലഹരി ഉപയോഗം നടക്കുന്നുണ്ട്. അത് താല്പര്യമില്ലാത്ത കുട്ടികളുണ്ട്, നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി വരുന്നവർ. പക്ഷെ അവരിതിനെ എതിർക്കുകയോ ചോദ്യം ചെയ്യുകയോ പരാതിപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആക്രമിക്കുന്ന സംഭവം. എന്താണ് തൊടുപുഴയിലെ കോളേജ് ഹോസ്റ്റലിൽ സംഭവിച്ചത്? ഹോസ്റ്റലിൽ ലഹരി ഉപയോഗിക്കുന്ന വിവരം അധ്യാപകരെ അറിയിച്ചതിന്റെ പ്രതികാരമായാണ് വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയം സഹപാഠികൾ മർദ്ദിച്ച് തകർത്തത്. തൊടുപുഴയിലുള്ള ഗ്രാൻഡിസ് എന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന അണക്കര സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിലൊരു ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നത്. ഈ ഗ്രാൻഡിസ് സ്ഥാപനത്തിൽ മൊബൈൽ ഫോൺ ആൻഡ് ലാപ്ടോപ്പ് സർവീസ് കോഴ്സിന് പഠിക്കുകയാണ് ഈ അണക്കര സ്വദേശിയായ വിദ്യാർത്ഥി. ഈ സ്ഥാപന അധികൃതർ നടത്തുന്ന ഹോസ്റ്റലിലാണ് ഇവർ താമസിക്കുന്നത്. ഒരു വീടാണ് ഇവിടെ ഹോസ്റ്റലായി സജ്ജീകരിച്ചിരിക്കുന്നത്. 3 മുറികളിലായി 11 വിദ്യാർത്ഥികളാണ് ഈ വീട്ടിൽ താമസിച്ചു വരുന്നത്. ഇതിൽ 3 പേർ സ്ഥിരമായി കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പരിക്കേറ്റ ഈ മർദ്ദനമേറ്റ ഈ വിദ്യാർത്ഥിയും കൂട്ടുകാരും കണ്ടിരുന്നു. ഇക്കാര്യം ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥി തന്റെ അധ്യാപകരെയും സുഹൃത്തുക്കളെയും അറിയിച്ചു. അധ്യാപകന്റെ നിർദ്ദേശപ്രകാരം ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ച് വിദ്യാർത്ഥി നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ലഹരി ഉപയോഗിച്ച വിദ്യാർത്ഥികളെ അധ്യാപകർ ചോദ്യം ചെയ്തു. ഈ ദൃശ്യങ്ങൾ ഈ ചോദ്യം ചെയ്തതാണ്, ഈ ഇത്തരത്തിൽ കാര്യങ്ങൾ പുറത്തറിഞ്ഞതാണ് മറ്റ് സഹപാഠികളായ വിദ്യാർത്ഥികൾക്ക് ഈ കുട്ടിയോട് വൈരാഗ്യമുണ്ടാകാൻ കാരണം. ദൃശ്യങ്ങൾ പകർത്തി കൈമാറിയ വിവരം മനസ്സിലാക്കിയതോടെ ഈ സഹപാഠികൾ ഈ കുട്ടിയുടെ മുറിയിലെത്തി കുട്ടിയെ അസഭ്യം പറയുകയും ക്രൂരമായി മർദ്ദിക്കുകയും നെഞ്ചത്ത് ചവിട്ടുകയും ഈ ജനനേന്ദ്രിയം തകർക്കുകയും ചെയ്തു. അത്തരത്തിൽ ക്രൂരമായ ഒരു ആക്രമണമാണ് സഹപാഠികളിൽ നിന്ന് തന്നെ ഈ കുട്ടിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നത്. ഈ പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയത്. തുടർന്ന് ഇക്കാര്യം വീട്ടുകാർ അറിഞ്ഞു. വീട്ടുകാർ കുട്ടിയെ ആശുപത്രിയിലാക്കുകയായിരുന്നു. നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഈ വിദ്യാർത്ഥി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ പ്രതിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെങ്കിലും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കി. എന്നാൽ ഒപ്പമുണ്ടായിരുന്ന മറ്റ് 2 വിദ്യാർത്ഥികൾക്കെതിരെ ഈ പോലീസ് കേസെടുത്തിട്ടില്ല. അപ്പോൾ വീട്ടുകാരുടെ ആവശ്യം ഈ മറ്റ് വിദ്യാർത്ഥികൾ, ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ 2 വിദ്യാർത്ഥികൾക്ക് കൂടി ആക്രമണ കേസിനൊപ്പം ലഹരി ഉപയോഗം, ഇവരുടെ ലഹരി ഇടപാടുകളെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ടോ സാഗർ? തീർച്ചയായും ആ ഒരു ലഹരി ഇടപാടിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുമെന്നാണ് ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഈ വിദ്യാർത്ഥികൾക്ക് എവിടെ നിന്നാണ് ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കിട്ടുന്നത്, ഇവർ എത്തരത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത് അടക്കം ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയത്. എന്തായാലും ഈ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയാണ് ഇതിൽ പ്രതി എന്നതിനാൽ തന്നെ ഇവർക്ക് കോടതിയിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പായാണ് ഈ കുട്ടിയെ ഹാജരാക്കിയത്. ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയതിൽ 2 പേർ കൂടി ഉണ്ടായിരുന്നു. അവരും സഹപാഠികൾ തന്നെയാണ്. അവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. 3 പേരാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നതായി ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥി മൊഴി നൽകിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളും അവർ ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളും മറ്റും അധ്യാപകരെ ഈ വിദ്യാർത്ഥി അറിയിക്കുകയും ചെയ്തു. ഇതിലുള്ള വൈരാഗ്യം എന്നോണമാണ് ഈ വിദ്യാർത്ഥിക്ക് ഇത്തരത്തിലൊരു ക്രൂരമായി മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ടോം, PA സാഗറാണ് തൊടുപുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തൊടുപുഴയിലാണ് ലഹരി ഉപയോഗത്തെക്കുറിച്ച് പരാതി നൽകിയതിന്റെ വിരോധത്തിൽ വിദ്യാർത്ഥിയെ ക്രൂരമായി തല്ലി ചതച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.